നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് സി എസ് കെ 200 റൺസ് അടിച്ചു RCBക്കെതിരെ. അപ്പോൾ അതിലുള്ള ക്യാപ്റ്റൻ്റെ പ്രതികരണം കേൾക്കണം. ഐ വാസ് ഓൾസോ എ ലിറ്റിൽ സർപ്രൈസ്ഡ് ടു ബി ഹോണസ്റ്റ് എന്നാണ് രുദ്രാജ് പറയുന്നത്. സർഫ്രാസും അവേർട്ടനും വീറും സം എക്സ്റ്റെൻറ്റ് ദ്യൂബയും നന്നായിട്ട് സ്കോർ ചെയ്തു. ഞാനുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ കഥ മാറിയേനെ. തോൽവി എന്നെക്കൊണ്ട് സംഭവിച്ചതാണ്, ഞാൻ ഏറ്റെടുക്കുന്നു എന്നൊക്കെ ക്യാപ്റ്റൻ പറയുമ്പോൾ അതിലുണ്ടല്ലോ സി എസ് കെയുടെ ഇപ്പോഴത്തെ ഒരു മനോനില എന്താണ്, അവരുടെ സ്ഥിതി എന്താണ് എന്നുള്ളത്. തുടർച്ചയായി 4ാമത്തെ മത്സരമാണിപ്പോൾ സി എസ് കെ RCBയോട് പൊട്ടുന്നത്. നോക്കുക നിങ്ങൾ, RCBയോട് ഇപ്പോൾ ഈ കളി 43 റൺസിനാണ് തോറ്റത്. അതിനു മുമ്പ് RCB CSK 2 റൺസിന് തോൽപ്പിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ. അതുപോലെ തന്നെ പിന്നെ 20 റൺസിന് 50 റൺസിന് RCB CSK തോൽപ്പിച്ചിരുന്നു. അതിനു മുമ്പ് 27 റൺസിന്. അതായത് ഒടുവിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ കളിച്ച 4 കളികളും RCBയാണ് ജയിച്ചത്. 4th കൺസിക്യൂട്ടീവ് വിക്ടറി ഫോർ RCB വേഴ്സസ് CSK ഇൻ IPL ഹിസ്റ്ററി. രജത് പട്ടീദാറും സംഘവും ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇതാണ് ഇപ്പോൾ സമീപകാലത്തെ അവസ്ഥ. 5 കപ്പിൻ്റെ കഥയും ചരിത്രവും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഫാൻ ഫൈറ്റിൽ തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട്, കപ്പുള്ളവർ ചരിത്രം പറയും, ഇല്ലാത്തവരും ഉണ്ടായിരിക്കുന്നു. പക്ഷേ ചരിത്രം തിരുത്തി എഴുതപ്പെടുന്ന നാളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. RCB കിരീടത്തിലേക്ക് പോയ വർഷം ഈ സീസണിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ ഏറ്റവും മികച്ച രൂപത്തിൽ അവർ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 കളികൾ നമുക്ക് നൽകുന്ന സൂചന അതാണ്. ഇന്നലെ എന്താപ്പം ഉണ്ടായത്? അവൾ അതും നോക്കുകയാണ്. കാരണം ഇവിടെ CSKയുടെ കഥ ആലോചിക്കുമ്പോൾ ചിരി വരും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അവരുടെ ബൗളിംഗ് വെച്ച് വലിയ പ്രതീക്ഷകൾ ഇത്തവണ വേണ്ട എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ബൗളിംഗ് ഒരിക്കൽ കൂടി എക്സ്പോസ്ഡ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവസാന 5 ഓവറിൽ 97 റൺസ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ IPL ചരിത്രത്തിൽ അവസാന 5 ഓവറുകളിൽ പിറന്ന ഏറ്റവും ഉയർന്ന 2ാമത്തെ സ്കോറാണത് എന്ന് കൂടി ഓർക്കണം. അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന RCB 250 റൺസാണ് 3 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചു കൂട്ടിയത്. മറുപടി ബാറ്റിങ്ങിൽ CSK 20 ഓവർ പൂർത്തിയാക്കിയില്ല. 19.4 ഓവറുകളിൽ 207 റൺസിന് ഓൾ ഔട്ടായി. 43 റൺസിൻ്റെ വിജയമാണ് RCB നേടിയത്. ഇനി നമ്മൾ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇത്തവണ ഒരുങ്ങി തന്നെയാണ് കിരീടം ഡിഫെൻഡ് ചെയ്യാൻ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നമ്മൾ അതാണ് കണ്ടത്. അവരുടെ പ്രിയപ്പെട്ട ആരാധകർക്ക് മുന്നിൽ പൊളിച്ചടുക്കിയ പ്രകടനം. 10 ഓവർ കഴിയുമ്പോൾ എന്തായിരുന്നു RCBയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്? 91 റൺസാണ്. പിന്നത്തെ 10 ഓവറിൽ T20 ഹിറ്റിങ്ങിൻ്റെ മാരക വേർഷൻ അവർ കാണിച്ചു തന്നു. അവർ ഓൾമോസ്റ്റ് അത് ഡബിളാക്കി. 250-3 എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഈസ് ദെയർ 3rd ഹയസ്റ്റ് ടോട്ടൽ ഇൻ IPL. മാത്രമല്ല ഹയസ്റ്റ് എവർ ബൈ എനി ടീം അഗൈൻസ്റ്റ് CSK. വാവ്! അപ്പോൾ CSKയുടെ ബൗളർമാരെ പഞ്ഞിക്കിട്ടുകൊണ്ട് ചരിത്രപരമായൊരു സ്കോറാണ് അവരടിച്ചു കൂട്ടിയത്. ഇൻ റെസ്പോൺസ് CSKക്ക് ആദ്യത്തെ 3 ഓവറിനുള്ളിൽ തന്നെ അവരുടെ ടോപ്പ് ഓർഡറിലെ 3 ബാറ്റർമാരെ നഷ്ടപ്പെട്ടിരുന്നു. അതോടുകൂടി CSKയുടെ വിജയം ലക്ഷ്യം വെച്ചുള്ള കുതിപ്പ് അവിടെ തീരുകയും ചെയ്തിരുന്നു. പിന്നെ സർഫ്രാസിൻ്റെ 50 പ്രശാന്ത് വീറിൻ്റെ ഇന്നിങ്സ് ഉണ്ട്, ഓവേർട്ടൻ്റെ അടിയുണ്ട് എന്നൊക്കെ പറയാം. വിജയത്തിലേക്കുള്ളൊരു കുതിപ്പ് അവർ പിന്നീട് ഒരിക്കലും കാണിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചിന്നസ്വാമി സർഫേസിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് ദേവദത്ത് പടിക്കൽ പറയുന്നുണ്ട് കളിക്ക് ശേഷം. പിച്ചൊരൽപ്പം ടാക്കിയായിരുന്നു, എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ ചെയ്തു പോകാനെന്ന്. അതേസമയം ഔട്ട്ഫീൽഡും വളരെ സ്ലോ ആയിരുന്നു സാധാരണയിൽ നിന്ന് വ്യത്യാസമായി. എത്ര ഷോട്ടുകൾ ഔട്ട്ഫീൽഡിലൂടെ അങ്ങ് ഉരുണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. പക്ഷെ പിച്ച് പിന്നീട് ബെറ്ററായി. ടിം ഡേവിഡും രജത് പട്ടീദാറും ഒക്കെ ഹിറ്റിങ്ങിനെ മറ്റൊരു വേർഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 44 പന്തുകളാണ് ഡേവിഡും പട്ടീദാറും ചേർന്ന് ഫേസ് ചെയ്തത്. അതിൽ 14 എണ്ണം അവർ ബൗണ്ടറിക്ക് മുകളിലൂടെ പറത്തുകയായിരുന്നു. അറിയാലോ
എൻ്റെ CSK സ്കോഡ് ആകെ അടിച്ചത് 11 സിക്സറാണ്. ഇതിലൊരു സിക്സർ നമ്മുടെ ടിം ഡേവിഡിൻ്റെ ഒരു സിക്സർ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പറന്നു പോകുന്ന 106 മീറ്റർ എന്നാണ് ഔദ്യോഗികമായിട്ട് കാണിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു സിക്സറാണ് അടിച്ചു കൂട്ടിയത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പിച്ച് ഒരൽപ്പം ടാക്കിയായിരുന്നു, സ്കോറിങ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 20 പന്തുകൾ വേണ്ടി വന്നു ആദ്യത്തെ ബൗണ്ടറി നേടാൻ RCBക്ക്. മാറ്റ് ഹെൻറിയും ഖലീൽ അഹമ്മദും ആ ഘട്ടത്തിൽ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു. കോഹ്ലിയെയും സാൾട്ടിനെയും നന്നായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അൻഷുൽ കമ്പോജാണ് CSKക്ക് അവർ ആഗ്രഹിച്ച ബ്രേക്ക് ത്രൂ കൊണ്ട് കൊടുക്കുന്നത്, കോഹ്ലിയെ പറഞ്ഞു വിട്ടുകൊണ്ട്. കോഹ്ലി ആദ്യം ഡ്യൂബയുടെ ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഒടുവിൽ ഡ്യൂബെ തന്നെ 3-ാമത്തെ ഓവറിലാണ് ഡ്യൂബയുടെ ഡ്രോപ്പ്. 5-ാമത്തെ ഓവറിൽ ഡ്യൂബെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാച്ച് എടുക്കുന്നു. 18 പന്തിൽ നിന്ന് 2 ഫോറും ഒരു സിക്സും അടക്കം 28 റൺസാണ് കോഹ്ലി നേടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ബോൾ കൃത്യമായിട്ട് ബാറ്റിലേക്ക് വരുന്നില്ല. സാൾട്ട് ആ ഘട്ടത്തിൽ 16 പന്തിൽ നിന്ന് 15 റൺസാണ്. അതിനുശേഷം അദ്ദേഹം അടിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോയി, കാരണം മറ്റു മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ 30 പന്തിൽ നിന്ന് 46 റൺസാണ് ഫിൽ സാൾട്ടിൻ്റെ സംഭാവന. ശിവൻ ദ്യൂബയുടെ പന്തിൽ നൂർ അഹമ്മദ് പിടിച്ചാണ് പുറത്തായത്. 3 ഫോറും 2 സിക്സും ഫിൽ സാൾട്ടിൻ്റെ വകയുണ്ടായിരുന്നു. പടിക്കലിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ മത്സരത്തിൽ പൊള്ളിച്ചടിക്ക് മുന്നോട്ട് കുതിച്ചൊരു പടിക്കലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ തുടക്കവും സ്ലോ ആയിരുന്നു. 16 പന്തിൽ നിന്ന് 17 റൺസാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം അടിച്ചിരുന്നത്. പക്ഷേ ബട്ട് ദെൻ അദ്ദേഹം മികച്ച രൂപത്തിലുള്ള ഹിറ്റിങ്ങിലേക്ക് പോയി. 28 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സക്സസീവ് 50 സെർട്ടൻലി ഇത് ആയിരുന്നില്ല ഇന്നത്തെ ദിവസം, ഇതൊന്നും മതിയാവുമായിരുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പടിക്കൽ 29 പന്തുകൾ 5 ഫോറും 2 സിക്സും അടക്കം 50 റൺസ് അടിച്ചു. പിന്നാലെയാണ് ആ കൊടുങ്കാറ്റിന് കെട്ടഴിച്ച് വിടുന്ന കാഴ്ച കണ്ടത്. ടിം ഡേവിഡും പട്ടിദാറും ഒരുമിക്കുമ്പോൾ, അതായത് ടിം ഡേവിഡ് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ RCBയുടെ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ 14.1 ഓവറുകളിൽ നിന്ന് 151 റൺസിൽ നിൽക്കുന്നു. ഇനി 35 പന്തുകളാണ് ബാക്കി. 35 പന്തുകൾ, അവിടെ നിന്നാണ് ബാക്കി റൺസൊക്കെ അടിച്ചു കൂട്ടുന്നത്. ഡേവിഡ് ആ 35 പന്തുകളിൽ 25 പന്തും സ്ട്രൈക്ക് എടുത്തത് ടിം ഡേവിഡ് ആയിരുന്നു എന്ന കാര്യം അറിയുക. 70 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകാൻ നിൽക്കുകയും ചെയ്തു. ഇതിലൊരു ഘട്ടത്തിൽ അൻഷുൽ കമ്പോജ് ടിം ഡേവിഡിനെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇല്ലീഗൽ ഡെലിവറി ആണെന്ന് വിധിക്കപ്പെട്ടു, നോ ബോൾ എന്ന് വിധിക്കപ്പെട്ടു. അതിന് ശേഷമുള്ളൊരു താണ്ഡവമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പറഞ്ഞത്, ഡേവിഡ് വളരെ ബ്രൂട്ടലായിട്ട് ഒവേർട്ടിനെ ആക്രമിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? അതായത് 6 4 6 6 6. 19-ാമത്തെ ഓവറിലാണ്, ടോട്ടൽ ഓവറിൽ 30 റൺസ് വന്നു. ചിന്നസ്വാമിയിലെ ആരാധകർ വലിയ ആവേശത്തിലേക്കും ആഘോഷത്തിലേക്കും പോയ നിമിഷങ്ങളായിരുന്നു അത്. മറുഭാഗത്ത് പട്ടിദാറിൻ്റെ കാര്യത്തിൽ പട്ടിദാർ ഈ 6 സിറ്റിംഗ് ഷോ അങ്ങനെ ആസ്വദിച്ച് മറുഭാഗത്ത് നിൽക്കുകയായിരുന്നു. ഒരു ബോൾ പോലും ഓൾമോസ്റ്റ് അവസാനത്തെ 3 ഓവറുകളിൽ അദ്ദേഹം ഫേസ് ചെയ്തില്ല, 17-20 ഓവറുകളിൽ. അതുപോലെ തന്നെ ജസ്റ്റ് 5 ബോൾസാണ് സിൻസ് 16th ഓവർ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ചില ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പട്ടിദാർ 19 പന്തിൽ നിന്ന് 1 ഫോറും 6 സിക്സും അടക്കം 48 റൺസാണ് അടിച്ചത്, പുറത്താകാൻ നിന്നു. എന്നാൽ ടിം ഡേവിഡ് 25 പന്തുകൾ 3 ഫോറും 8 സിക്സും അടക്കം 70 റൺസുമായിട്ടും പുറത്താകാതെ 250-3. സ്വാഭാവികമായിട്ടും കളി അനായാസം RCB ജയിച്ചു എന്ന് ഉറപ്പിക്കേണ്ട നിമിഷം. പക്ഷേ ആ ഘട്ടത്തിൽ ഭുവനേശ്വർ കുമാറിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ടിം ഡേവിഡിൻ്റെ അടി കാണുമ്പോൾ എന്ത് തോന്നുന്നു? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്, സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല, കാരണം മറ്റൊന്നുമല്ല, അടുത്ത ഞങ്ങളാണല്ലോ ഈ പിച്ചിൽ എറിയാനുള്ളത്. സഞ്ജുവാണ്, ഋതുരാജാണ്, അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൂവൻ ബാറ്റർമാരാണുള്ളത്. അപ്പോൾ അതിനൊരു ആശങ്ക ഭുവനേശ്വർ കുമാറിനുണ്ടായിരുന്നു. പക്ഷേ കളിക്കളത്തിൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. സഞ്ജു ഒരു 6 അടിച്ചു, ശരിയാണ്. അതുപോലെ ഋതു ഒരു 6 അടിച്ചു, ശരിയാണ്. 2 പേർക്കും 2 അക്കം കാണാൻ പറ്റിയില്ല. ആദ്യം ഗെയ്ക്വാദ് മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 9 റൺസ്, പിന്നാലെ ആയുഷ് മേത്ര മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 10 റൺസ്, ശേഷം സഞ്ജു മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 30 റൺസ്. അതായത് 3 ഓവറിനുള്ളിൽ 3 ടോപ്പ് ഓർഡർ ബാറ്റർമാരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു CSKക്ക്. സഞ്ജു അടിച്ചത് 5 പന്തുകൾ 9 റൺസ്,
ഋതു 3 പന്തുകൾ 7 റൺസ്. ആയുഷ് മേത്ര 3 പന്തുകൾ 1 റൺസ്. പിന്നെ കൗണ്ടർ അറ്റാക്കിനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു, തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നത് മെയിൻലി സർഫ്രാസ് ഖാൻ്റെ മികവിലാണ്. സർഫ്രാസ് ഇപ്പോൾ മികച്ച ഫോമിലാണ്. അത് നമ്മൾ ഡൊമസ്റ്റിക്കിൽ കണ്ടതാണ്. IPL കൂടി അദ്ദേഹം അത് കൊണ്ടുവരുന്ന കാഴ്ച. അതേസമയം മറുഭാഗത്ത് ഡഫി നന്നായിട്ട് ഒരു ഘട്ടത്തിൽ പന്തെറിയുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അടി ലഭിക്കുന്ന കാഴ്ചയും കണ്ടു. എന്നാലും അദ്ദേഹം 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തു. അപ്പോൾ CSK 30-3 എന്ന നിലയിലേക്ക് എന്ന് വീഴുമ്പോൾ CSK ശരിക്കും 100 കടക്കുമോ എന്ന് പോലും പലർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ അവർ 207 എത്തിയെന്ന കാര്യം അറിയണം. ബൈ ദി എൻഡ് ഓഫ് ദി പവർ പ്ലേ CSK 3 വിക്കറ്റിന് 77 എന്ന രൂപത്തിലേക്ക് പോയിരുന്നു. സർഫ്രാസ് ഖാൻ്റെ 50, അദ്ദേഹം പവർ പ്ലേക്കുള്ളിൽ തന്നെ 50 നേടിയിരുന്നു. പക്ഷെ പിന്നാലെ കൃണാൽ പാണ്ഡ്യയുടെ പന്തിൽ അദ്ദേഹം സ്റ്റംപ് ചെയ്യപ്പെട്ട് പുറത്താവുകയായിരുന്നു. പിന്നെ CSK സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്കുള്ളൊരു പോക്കത്ര സാധ്യമായിരുന്നില്ല. പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക് ശർമ്മ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്നിട്ട് 6 റൺസായിട്ട് പോയതും തിരിച്ചടിയായി. ശിവൻ ദ്യൂബ് 2 4 ഒരു 6 ഒക്കെ അടിച്ചു 18 റൺസുമായിട്ട് മടങ്ങി. അങ്ങനെ പരാജയം വലിയ മാർജിനിലാകുമോ എന്നുള്ളതായിരുന്നു അപ്പോഴുള്ള ചോദ്യം. എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് കുറച്ച് റണ്ണടിച്ച് നെറ്റ് റൺ റേറ്റിന് ഹെവി ഡാമേജ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക, അതാണ് ചെയ്യാനുള്ളത്. പക്ഷേ അവിടെ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്ത് പോയി. പ്രശാന്ത് വീർ 29 പന്തുകൾ 6 4 ഒരു 6 അടക്കം 43 റൺസ് അടിച്ചുകൊണ്ട് തന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്നൊരു സ്പാർക്ക് നമുക്ക് കാണിച്ചു തന്നു. ജെയ്മി ഓബേർട്ടനും മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. 16 പന്തിൽ 4 4 2 6 അടക്കം 37 റൺസ്. പക്ഷേ അദ്ദേഹം ബൗൾ ചെയ്തപ്പോൾ കൊടുത്ത ആ സിക്സറുകളുടെ മഴയുണ്ടല്ലോ, ടിൻ ഡേവിഡ് അടിച്ചു കൂട്ടിയത്, അതിന് പകരമാവുമായിരുന്നില്ല ഇതൊന്നും എന്നതാണ് യാഥാർത്ഥ്യം. കമ്പോജ് 12 പന്തിൽ 19 റൺസ് എടുത്ത് പുറത്താകുന്നു. നൂർ അഹമ്മദ് 8 റൺസ് പഠിച്ചു. മാറ്റ് ഹെൻറി 2 റൺസ്. അങ്ങനെ ഇന്നിങ്സ് 207 റൺസിന് അവസാനിച്ചു. പലരും 200 പോലും എത്താൻ കഴിയില്ല CSKക്ക് എന്ന് സംശയിച്ചവരുണ്ട്. അതാണ് ക്യാപ്റ്റൻ പറഞ്ഞത്, ഐ ആം ബിറ്റ് സർപ്രൈസ്ഡ് ഈ 200 എത്തി എന്നുള്ളതിൽ. ഏതായാലും ബൗളിംഗ് CSKയുടേത് മോശമാണ്, എല്ലാവർക്കും അറിയാം. ബാറ്റിങ്ങിൽ കുറച്ചുകൂടി സെൻസിബിളായിട്ട് കാര്യങ്ങളെ കണ്ടിരുന്നെങ്കിൽ ഈ കളി ഒരു പക്ഷേ ഉള്ളം കയ്യിലിരുന്നേനെ. പക്ഷേ അതൊക്കെ നമ്മൾ പറയുമ്പോഴും CSKയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ടീമുണ്ട്, അതാണ് RCB. അവർ ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കോഹ്ലിയും സംഘവും അതിനായിട്ട് തന്നെ തുനിഞ്ഞിറങ്ങുമ്പോൾ ആര് തടയും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.